ഇതിന് രാഷ്ട്രീയമായിട്ട് ഈ തമിഴ്നാട്ടിലെ ഇലക്ഷൻ യഥാർത്ഥത്തിൽ വികസനത്തിന്റെ ഒന്നും ഇലക്ഷൻ ആണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം തമിഴ്നാട് കഴിഞ്ഞ ഒരു 20-25 കൊല്ലമായിട്ട് വികസനത്തിന്റെ പാതയിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഏതൊരു മലയാളിക്കും തിരിച്ചറിയാവുന്ന എക്കണോമിക്സ് കണക്കുകളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പകരം നിങ്ങൾ നോക്ക്, പണ്ട് എറണാകുളം നഗരത്തില് രാവിലെ നിങ്ങൾ വന്നു നിന്നാൽ അതുവഴി പോയാൽ കലൂര് ബസ് സ്റ്റാൻഡില് ഒരു 1000-ഓളം തമിഴ് കൂലിവേലയ്ക്കായിട്ട് 1000-ഓളം തമിഴന്മാർ പലയിടത്തും നിൽക്കുന്നതാണ്. ഇന്ന് ആ സ്ഥാനത്ത് ബംഗാളികളും ആസാമിൽ നിന്നോ അല്ലെങ്കിൽ വന്നിരുന്നവരായിരിക്കും. ഒരുപക്ഷെ BJPയുടെ പുതിയ ഗവൺമെന്റ് അവിടെ അധികാരം ഏറ്റെടുത്ത് അടുത്ത ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ ക്രൗഡ് അവിടെ മാറും. ചിലപ്പോൾ അവിടെ ക്രൗഡേ ഇല്ലാതാകും. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞത് തമിഴ്നാട് വികസിപ്പിച്ചപ്പോഴാണ്. അത് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ട് തിരുവനന്തപുരത്ത് തമിഴ്നാട്ടിൽ കിട്ടുന്ന കൂലിയുടെ, അതായത് തിരുനെൽവേലി, കന്യാകുമാരി ജില്ലകളിൽ നിന്നും 100 കണക്കിന് ആൾക്കാർ രാവിലെ ട്രെയിനുകളിൽ തിരുവനന്തപുരം നഗരത്തിലെത്തി ജോലി ചെയ്തിട്ട് വൈകിട്ട് തിരിച്ചു പോകാൻ. ഇപ്പോൾ ആരും വരുന്നില്ല. കാരണം ഇപ്പോൾ പല ആൾക്കാരും എന്നോട് പറഞ്ഞു, കേരളത്തിൽ 1000 രൂപ കൂലി ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ 800 രൂപയുണ്ട്. അപ്പോൾ യാത്രയ്ക്കും ഭക്ഷണത്തിനുമായിട്ട് ഈ 200 അല്ല അതിലധികം അവർക്ക് ചെലവഴിക്കേണ്ടി വരും. അവർക്ക് ബാക്കി കുറവായിരിക്കും. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്നതാണ്. തിരുനെൽവേലി ഒക്കെ സാധാരണ തമിഴ്നാട്ടിൽ കൂലി കുറവുള്ള സ്ഥലങ്ങളാണ്. അവിടെ വലിയ നഗരങ്ങളൊന്നുമില്ല. തിരുനെൽവേലി പട്ടണമൊന്നും അത്ര വലിയ നഗരമൊന്നുമല്ല. കന്യാകുമാരി അത്ര വലിയ നഗരങ്ങളൊന്നും അവിടെ ഇല്ല. നാഗർകോവിലോ കന്യാകുമാരി ഒന്നും അത്ര വലിയ നഗരമൊന്നുമല്ല. അപ്പോൾ അവിടെ പോലും ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മാറ്റം വികസനത്തിൻ്റെ അഭാവമോ ദാരിദ്ര്യമോ ഒന്നും, അത് രാഷ്ട്രീയ ചിന്തയുടെ മാറ്റമാണ്. രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഒരു തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്നവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇന്നത്തെ തലമുറ നെഞ്ചേറ്റുന്നില്ല എന്നുള്ളതാണ്. വിജയിയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് രണ്ട് വിഭാഗം ആൾക്കാരാണെന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിലയില്ല, ഇരുത്തലുമില്ല. അവിടെ ഒന്ന് ജെൻസി എന്ന് പറയുന്ന വിഭാഗം, മറ്റൊന്ന് സ്ത്രീകൾ. ഇവർ രണ്ടുപേരുമാണ്. സ്ത്രീകൾ ഒരു കാലഘട്ടത്തിൽ AIDMK സപ്പോർട്ട് ചെയ്തു. DMKക്ക് സ്ത്രീകളുടെ സപ്പോർട്ട് വലുതായിട്ടില്ല. ജയലളിത സ്ത്രീകളുടെ വലിയ സപ്പോർട്ടുണ്ടായിരുന്നു ജയലളിതയ്ക്ക്. ആ പിന്തുണ ഇന്ന് വിജയിലേക്ക് വന്നിരിക്കുക. അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന മാറ്റങ്ങൾ, അതിൽ കോൺഗ്രസ് ഇനി എന്ത് റോളായിരിക്കും വഹിക്കാൻ പോകുക? വരും ദിവസങ്ങളിൽ വിജയുടെ തോളിൽ കൈയിട്ട് തമിഴ്നാട്ടിൽ സ്വന്തം വ്യക്തിത്വം പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ? തമിഴ്നാട്ടിലെ മാറി വരുന്ന രാഷ്ട്രീയ ചിന്തകൾക്ക് അനുസൃതമായി പാർട്ടിയുടെ തമിഴ്നാട് ഘടകത്തിനെ രൂപപ്പെടുത്തുകയും അങ്ങനെയുള്ള ഒരു ജനകീയ മുന്നേറ്റത്തിൽ ക്രിയാത്മകമായ എന്തെങ്കിലും പങ്കുവഹിക്കാൻ കോൺഗ്രസിന് കഴിയുമോ തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ മാറ്റം ഉയർത്തുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.